ഇപ്പം ഗവർണർക്കെതിരായിട്ടാണ് സമരം. ഗവർണർ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗവർണർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആ പദവിയുടെ നിലവാരം മുഴുവൻ അയാൾ കളഞ്ഞു ഒളിച്ചുകൊണ്ടിരിക്കുക. റോഡിലിരുന്നും കുത്തിയിരുന്നും ഒക്കെ തന്നെ. അയാളെക്കുറിച്ചൊന്നും പറയാൻ ഞങ്ങളാരും. പക്ഷെ അയാളല്ലല്ലോ ഇവിടെ പ്രശ്നം. നരേന്ദ്രമോദിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന പിണറായിക്ക് ഗവർണറോട് ഏറ്റുമുട്ടാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? ഞാനോട് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളൂ? കാസർഗോഡ് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഓർമ്മകളല്ലേ? എത്ര പേരെ വെട്ടിക്കൊന്ന മണ്ണാണ് ഈ മണ്ണ്. ഈ കഴിഞ്ഞ 3 മാസക്കാലം ഇവിടെ രാഹുൽ അടക്കമുള്ള ആളിരിക്കുന്നത്. എത്ര യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സർക്കാരിൻ്റെ അഴിമതിക്കെതിരായി സമരം ചെയ്ത് ജയിലിലാക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത്, മർദ്ദിക്കപ്പെട്ടത്. അപ്പം നിങ്ങളുടെ അജണ്ട എന്താണ്? എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടാണ് ചോദ്യം. കാസർഗോഡൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ കൂടി സഹായിച്ചിട്ടാണ് ഉണ്ണിത്താൻ MP ആയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയേറെ ഭൂരിപക്ഷം. അവരൊന്ന് ആലോചിക്കണം. നിങ്ങളുടെ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണോ? CPM-ന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ നടപ്പിലാക്കുന്ന പാർട്ടിയാണോ? അല്ല. CPM-നെ ഒരു കാലത്തും ഭരണത്തിലില്ലാതെ ബംഗാളിലെ മോഡലിലേക്ക് CPM-നെ കൊണ്ടുപോകാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിരിക്കുന്ന നേതാവാണ് നിങ്ങളുടെ സാക്ഷാൽ മുഖ്യമന്ത്രി എന്ന് പ്രിയപ്പെട്ട CPM അണികൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് BJP വിരുദ്ധമില്ല, വർഗീയ വിരുദ്ധമില്ല. അദ്ദേഹത്തിൻ്റെ പദവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അദ്ദേഹത്തിന് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനെയും ഭാഗമാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര കൂടിയാണ് ഈ യാത്ര. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ ജാഥ കടന്നുപോയി മുന്നോട്ട് പോകുമ്പോൾ കേരളം മുന്നോട്ട് വെക്കുന്ന പുത്തനാശയം എല്ലാ കാലത്തും ഈ നാട്ടിൽ ജീവിക്കാനും പ്രവർത്തിക്കാനും എഴുതാനും പ്രസംഗിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടങ്ങൾക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയ ഈ കേരളത്തിലെ മണ്ണ് ഈ പോരാട്ടത്തിലും 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ട് ആ പോരാട്ട വീരത്തിന് ശക്തി പകരുക തന്നെ ചെയ്യും എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിക്കുന്ന പരിപാടി. ഇത് ഇന്ന് തുടക്കം മാത്രമാണ്, സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുകൾ ഓരോന്നോരോന്നായി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ. CPM-ന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കിക്കോൾ, നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള യാത്രയാണിത്. ഈ ഗവൺമെൻറ്റിനെയും 2 ഗവൺമെൻറ്റുകളെയും താഴെ ഇറക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ ജനാധിപത്യം അപകടത്തിലാകുമെന്നുള്ള ഏറ്റവും ശക്തമായ സന്ദേശവുമായി നടത്തുന്ന ഈ യാത്രയെ സഹായിക്കാൻ, പിന്തുണക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉജ്ജ്വലമായ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത കാസർഗോഡ് DCC-യെയും അതിൽ സഹായിച്ച എല്ലാ നേതാക്കളെയും, സഹകരിച്ച എല്ലാവരെയും, KPCC-യുടെ ചുമതലക്കാരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീ K. സുധാകരനും VD സതീശനും നയിക്കുന്ന ഈ സമരാഗ്നി ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ തീപ്പന്തമായി പടർന്നുച്ചത്തിൽ ആഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.